നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ജീവിതത്തിൽ പ്രശംസിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ പ്രശംസിക്കണം. ആ പ്രശംസയിലൂടെ എത്ര പോസിറ്റീവ് ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാം. കാരണം ഒരു ചെറിയ കാര്യങ്ങൾ, ഈവൻ നമ്മൾ ട്രിവിയലായിട്ട് ചിന്തിച്ച് തള്ളപ്പെടുന്ന കാര്യങ്ങൾ പോലും ഒരു ചെറിയ പ്രശംസ കൊണ്ട് എത്ര മാറ്റങ്ങൾ വരുത്തുമെന്നത് നമുക്ക് കണ്ട് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും പ്രശംസിക്കണം, നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയാൻ പഠിക്കണം. ചന്ദ്രലേഖയിലേക്ക് വീണ്ടും സ്വാഗതം. പുട്ട് നിറച്ചത്, പ്യുവർ വെജിറ്റേറിയൻ ഒരു പുട്ട്. ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു പ്രമേഹം നമുക്ക് നിർത്താൻ സാധിക്കും. ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ, അതായത് ഒരു ബോർഡർ ലൈൻ ആ ഒരു ഡയബറ്റീസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഫുഡിലും എക്സസൈസിലും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മിക്കപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അടുക്കളയിൽ ദുർഗന്ധം കെട്ടി നിൽക്കുന്നത്. ഈ ദുർഗന്ധം അകറ്റാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കറുവാപ്പട്ടയോ ഗ്രാമ്പുവോ അടുക്കളയിൽ ഒന്ന് പുകച്ചാൽ മതി. ഈ ദുർഗന്ധം പാടെ അകലും, നല്ല റിഫ്രഷിങ് സ്മെല്ലും കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടൊരു വിഭവം പരിചയപ്പെടാം. നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും നമ്മുടെ തനതായ രുചി എന്ന് പറയപ്പെടുന്നതുമായ ഒരു ഫുഡ് ഐറ്റമാണ് പുട്ട്. പുട്ടിൻ്റെ പല വെറൈറ്റീസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഇന്ന് ചന്ദ്രലേഖയിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നതും അതുപോലെയുള്ള ഒരു ഡിഷാണ്. പുട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം, പുട്ട് നിറച്ചത്. ഇത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അങ്കമാലിയിലെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായ രസമാണ്. രസത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിഷാണ് പുട്ട് നിറച്ചത്. ഇത് നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളോടൊപ്പം ഇവിടുത്തെ സൂസ് ഷെഫ് ഷിജോ ഉണ്ട്. ഹായ് ഷെഫ്. പുട്ട് നിറച്ചത്, പ്യുവർ വെജിറ്റേറിയൻ ഒരു പുട്ട്. അപ്പോൾ പുട്ട് നിറച്ചതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നമുക്ക് മിക്സഡ്, നമുക്ക് മഷ്റൂം, ബേബിക്കോൺ, പനീർ എല്ലാം കൂടി നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ഒനിയനും കൂടി മിക്സ് ചെയ്തൊരു ഗ്രീൻ ചില്ലി എല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ട് ഒരു ഡിഷാണത്. ഇത് മുളക് പൊടിയാണോ ഇട്ടേക്കുന്നത്? ചില്ലി പൗഡർ, ലൈറ്റ് ചില്ലി പൗഡർ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് സോയാബീനാണ്. സോയ. നമുക്ക് സോയാബീനിൽ ചില്ലി പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പേസ്റ്റ് യൂസ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഒനിയനും കൂടി മിക്സ് ചെയ്തത്. അത് അടുപ്പത്ത് വെച്ചിട്ടാണോ ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് സോട്ട് ചെയ്യാണ്, ഓയിലിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുള്ളൂ. ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യും. പിന്നെ മല്ലിയില, കറി ലീവ്സ്, കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത്, പൊടി പുട്ടുണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ. ഇതല്ലാതെ കൂട്ടത്തിൽ നമുക്ക് ഇതാണ് എക്സ്ട്രാ പുട്ട് നിറച്ചതിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത്, അരിപ്പൊടി, ഇതിനകത്ത് ജീരകം ഇട്ടിട്ടുണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ പനീറും മഷ്റൂമും ബേബിക്കോണും ഒന്നിനും കൂടി മിക്സ് ചെയ്ത ഇതിൽ ഉപ്പിടും. അല്പവും കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത്, ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ 2 കറിവേപ്പില ഇടുന്നു. സോയാബീൻ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് പുട്ടുപൊടി, ഒരു 3-4 ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് കഴിയും. നമുക്കിനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, കളർഫുൾ. വേറെ എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് പുട്ടിൽ വരുത്താൻ പറ്റുന്ന പരീക്ഷണങ്ങൾ വെജിറ്റേറിയനിൽ? നമുക്ക് മഷ്റൂം മാത്രമായിട്ട് മഷ്റൂം പുട്ട് ഉണ്ടാക്കാം, പനീർ പുട്ട് ഉണ്ടാക്കാം, പിന്നെ ഡ്രാഗൺ പുട്ട് ഉണ്ടാക്കാം. ഡ്രാഗൺ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒനിയനും ക്യാപ്സിക്കവും കട്ട് ചെയ്തിട്ട് നമ്മൾ സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് മസാല മാത്രം നല്ല സ്പൈസിയിൽ ആയിട്ട് കഴിക്കാവുന്ന ഒരു വേറൊരു ഫില്ല് ചെയ്യും. നമ്മൾ ഫില്ല് ചെയ്യുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സോയാബീൻ മാത്രം നിറയ്ക്കാം. ഇതിപ്പോൾ രസം സ്പെഷ്യലായിട്ട് നമ്മൾ 2 വെറൈറ്റി ഇടുന്നു മാത്രം, നല്ലൊരു കളർഫുൾ ആയിരിക്കും. ഓക്കെ, ശരി. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടെന്നല്ലേ?
ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ആണ് തോന്നുന്നു നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ സ്റ്റീമിന്റെ ഒപ്പം തന്നെ. നമുക്ക് എടുക്കാനായോ ഷെഫ്? എടുക്കാം. നല്ല ആവി പറക്കുന്ന പുട്ട് നിറച്ചത് ഇവിടെ റെഡിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. എനിക്കൊന്നും പറയാനില്ല, ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് വേണം ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. സോയ ഉണ്ട്, പനീറുണ്ട്, ബേബി കോൺ ഉണ്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് ഇഷ്ടാവുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുത്തു വിടുകയാണെങ്കിൽ, സ്നാക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും, വിശക്കത്തുമില്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. നമ്മൾ സ്ത്രീകൾക്ക് രോഗം വരുമ്പോൾ പലപ്പോഴും അതെങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ആരെ സമീപിക്കണമെന്നറിയാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു സെഗ്മെൻ്റാണ് അടുത്തതായിട്ട്. നമസ്കാരം. സ്ത്രീകളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു അസുഖമാണ് പ്രമേഹം. ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ത്, അവയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ആസ്റ്റർ മെഡ് സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സ്മിത മുരളീധരൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. പലപ്പോഴും ഈ പ്രമേഹ രോഗി അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും പ്രഗ്നൻസി സ്റ്റേജിൽ അവർക്ക് പ്രമേഹം ഉണ്ടെന്ന് ടെസ്റ്റിലൂടെ അറിയപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവരെ ബോഡിയിൽ കുറേ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസ് വരുമ്പം ഒരു ഡയബറ്റീസ് ഉണ്ടാവത്തക്ക രീതിയിലുള്ള ചേഞ്ചസാണ് വരുന്നത്. ഈ ഇൻസുലിൻ പൊതുവേ നമ്മളെ ബോഡിയിൽ ആക്ട് ചെയ്ത് ഷുഗർ കുറയ്ക്കും. പക്ഷേ പ്രഗ്നൻസി സമയത്ത് ഈ ഇൻസുലിൻ അത്രയും എഫക്റ്റീവ് അല്ലാതെയാവും. കാരണം വേറെ പല ഹോർമോൺസും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉള്ള ഇൻസുലിന് ശരിക്കും അതിൻ്റെ എഫക്റ്റ് വരാതെ ആവുമ്പം ബോർഡർ ലൈൻ, അതായത് ആ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ പ്രമേഹം പ്രത്യക്ഷപ്പെടും. ഈ പ്രഗ്നൻസി ടൈമിൽ പ്രമേഹം വരുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്? കുട്ടിക്ക് പ്രമേഹം കൺട്രോൾഡ് അല്ലെങ്കിൽ, അമ്മയിൽ ഷുഗറിൻ്റെ അളവ് കൺട്രോൾഡ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പല പ്രോബ്ലംസും ഉണ്ടാവാം. ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിലാണെങ്കിൽ ഒരുപാട്, അതായത് വൈകല്യങ്ങൾ, ഹാർട്ട് റിലേറ്റഡ്, കിഡ്നി റിലേറ്റഡ് അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം കൺട്രോൾഡ് അല്ലെങ്കിൽ അമ്മയിൽ. പിന്നെ അതുപോലെ പെട്ടെന്നുള്ള എന്താ പറയുക അബോർഷൻസ് അങ്ങനെ ഉണ്ടാവാം. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അമ്മയിൽ ഇൻസുലിൻ്റെ അളവ് കൂടും. ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഇൻസുലിൻ്റെ അളവ് കുട്ടിയിലേക്ക് പോകുമ്പോൾ കുട്ടീൻ്റെ ദേഹവളർച്ച കൂടും. അപ്പോൾ ദേഹവളർച്ച കൂടിയിട്ട് ഉള്ള കുട്ടികൾ വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം ഡെലിവറി സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞാൽ പോലും ഈ ശിശുക്കളിൽ ഷുഗറിൻ്റെ ലെവൽ താന്നു പോകുന്നതും കാൽഷ്യത്തിൻ്റെ ലെവൽ താന്നു പോകുന്നതും പിന്നെ പല അങ്ങനത്തെ പ്രോബ്ലംസും ഉണ്ടാവാം. അതായത് പ്രഗ്നൻസി സമയത്ത് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞാൽ പോലും ആ ശിശുവിൽ ഇതിൻ്റെ എഫക്ട്സ് കാണും. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുറയ്ക്കാൻ പറ്റും. നേരത്തെ തന്നെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഈ പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു ലേഡി പ്രഗ്നൻ്റ് ആയ ശേഷം ആ കുട്ടിക്ക് ഒരു പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രഗ്നൻസീൻ്റെ മുമ്പേ പ്രമേഹമുള്ളവർ തന്നെ ആവണം എന്നില്ല. പ്രഗ്നൻസി സമയത്ത് പ്രമേഹം ഡിറ്റക്ട് ചെയ്തവരാണെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഏത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും, അതായത് പ്രഗ്നൻസി ഈ സമയത്ത് വരുന്ന ഡയബറ്റീസ് ആണെങ്കിൽ ഏതാണെങ്കിലും കുട്ടി എപ്പോഴും ഒരു റിസ്ക്കാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ ഷുഗർ. ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ ഓർഗൻസിനേക്ക് കാലക്രമേണ അത് വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലേഡീസിനെ സംബന്ധിച്ച് അവരുടെ വളരെയധികം ജീവിതചര്യയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു മെൻസ്ട്രേഷനിലായാലും എല്ലാ കാര്യങ്ങളിലും അവരത് ബാധിക്കുന്നില്ലേ? മെൻസ്ട്രേഷനിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ പൊതുവേ ഈ ക്ഷീണം, ഈ ഷുഗർ അൺകൺട്രോൾഡ് ആയിരിക്കുമ്പോഴുള്ള ക്ഷീണം,
പിന്നെ മുതലായവ സിംറ്റംസ്. ഇതെല്ലാം തന്നെ അവർ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരാണ്. വീട്ടിലാണെങ്കിലും വർക്കിംഗ് ആണെങ്കിൽ പിന്നെ വർക്ക് റിലേറ്റഡും. അപ്പോൾ അവർക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അവർ ആരോഗ്യം നന്നായി ഇരിക്കണമെങ്കിൽ ഷുഗറുള്ള ലേഡീസ് ആണെങ്കിൽ അത് നല്ല കൺട്രോളിൽ വെക്കണം. എന്നാൽ തന്നെ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. കൺട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേഡീസിനെല്ലാം ആണുങ്ങൾക്കായാലും നമുക്ക് ഇന്നർ ഓർഗൻസ് അവയവങ്ങളിൽ ഇപ്പോൾ കണ്ണ്, കിഡ്നി, ഞരമ്പുകൾ മുതലായവ അവയവങ്ങൾ ഇതൊക്കെ ചെറിയ രക്തക്കുഴലിൽ വരുന്ന അടച്ചൽ കാരണം ഉണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ ഹാർട്ട്, ബ്രെയിന്, സ്ട്രോക്ക്, അറ്റാക്ക് ഇതിനൊക്കെ ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ ഈ ലേഡീസ് ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീരിയഡ്സ് ഉള്ള സമയത്ത് ഒരു ഇൻ ജനറൽ ഒരു ചെറിയ ഹോർമോണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹാർട്ട് ഡിസീസൊക്കെ കുറയാനുള്ള. പക്ഷെ അവർക്ക് ലേഡീസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ്റെ എഫക്റ്റ് പോയി. കാരണം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ് ഹാർട്ട് പ്രോബ്ലത്തിന്. അപ്പോൾ ആ ആസ്പെക്റ്റ് തോന്നുന്നു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കുറച്ച് കുറഞ്ഞു ആ ഒരു റീപ്രൊഡക്റ്റീവ് ഇയേഴ്സിൽ. ഈ പ്രമേഹം ഉണ്ടെന്ന് ഇപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആൾ അത് ടെസ്റ്റ് ചെയ്യണമെന്നില്ല. എങ്ങനെയാണ് ഒരു പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ പ്രമേഹത്തിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതദാഹം, ഒരുപാട് മൂത്രം പോവുക, ക്ഷീണം, അല്ലാതെ എത്ര ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കുറയുക. ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിംറ്റംസ് സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ 10, 400, 500 ഷുഗർ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെ കാണും. അപ്പോൾ ഇറ്റ് ഈസ് എ സൈലൻറ്റ് കില്ലർ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക്കാണ് ഷുഗർ ഡെവലപ്പ് ചെയ്യാൻ. നമ്മൾ നേരത്തെ തന്നെ സ്ക്രീനിങ് തുടങ്ങണം. അത് ഏതൊരു പ്രായത്തിൽ തുടങ്ങണം? ഇപ്പം നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യൻസ്, ഏഷ്യൻസ് പൊതുവേ ഒരു ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു 10-35 വയസ്സിൽ തന്നെ തുടങ്ങുമായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രമേഹ രോഗികൾ അവർ വീണ്ടും ധാരാളം ഒരു മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് അവരുടെ ഇന്നർ ഓർഗൻസിന് വളരെയധികം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻസുലിൻ അല്ലാതെ വേറെ ഏതൊക്കെ മെഡിസിൻസാണ് പ്രമേഹ രോഗികൾ ചൂസ് ചെയ്യാൻ എളുപ്പം? ഇൻസുലിൻ അല്ലാതെ ഇത് ഫസ്റ്റ് നമ്മൾ ഈ ടാബ്ലറ്റ്സ് അവയവങ്ങളിൽ പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോഗ്രസീവ്, അതായത് പടിപടിയായിട്ട് ഉയരുന്ന അസുഖമാണ്. അതിപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ നാച്ചുറൽ കോഴ്സ് അങ്ങനെയാണ്. കൺട്രോൾ ചെയ്താൽ ഈ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാം. ഡയബറ്റീസ് ഇങ്ങനെ ഓരോ കൊല്ലം കൂടിക്കൂടി വരുമ്പോൾ ആന്തരാവയവങ്ങൾ, കിഡ്നിക്കൊക്കെ ഡാമേജൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ അളവ് കുറയ്ക്കണം. കാരണം ഈ ടാബ്ലറ്റ്സ് എല്ലാം നമ്മൾ കിഡ്നി വഴിയാണ് മെറ്റബോളിസം. അല്ലാതെ ഈ ടാബ്ലറ്റ്സ് എടുത്തത് കൊണ്ട് കിഡ്നിക്ക് ഡാമേജ് വരുന്നതല്ല. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസുലിനാണ്. കാരണം ഡയബറ്റീസ് വരുന്നത് തന്നെ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം അത് പല ആൾക്കാർക്കും ഇനീഷ്യലി ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടും ടാബ്ലറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കൊണ്ടായതുകൊണ്ട് പലപ്പോഴും അത് നമ്മൾ നീക്കി വെക്കുന്നു എന്നേ ഉള്ളൂ. ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെ പ്രമേഹം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? എക്സസൈസിന് നല്ലൊരു റോളാണ്. നമ്മളൊരു പ്രമേഹ രോഗിയാണെന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം ഉള്ള അഡ്വൈസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മളെ ഡയറ്റ്, പിന്നെ എക്സസൈസ്. ഇത് ഒരു മസ്റ്റാണ്. അല്ലാതെ ഇതൊരു ടാബ്ലറ്റ്സിന് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണാൻ പാടില്ല. ഇതിൻ്റെ മുകളിൽ കൺട്രോൾഡ് അല്ലെങ്കിലാണ് പിന്നെ നമ്മൾ ടാബ്ലറ്റ്സോ ഇൻസുലിനോ കാര്യങ്ങളോ കൊടുക്കുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രമേഹ രോഗി ആണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായിട്ടും പ്രമേഹം മാറുന്നില്ലേ? പൂർണ്ണമായിട്ട് പ്രമേഹം മാറാൻ സാധ്യതയില്ല. കാരണം അത് വരുന്നത് തന്നെ ബോഡീൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാൻക്രിയാസിൻ്റെ ഇത്രത്തോളം ഫങ്ഷന് പ്രശ്നം വരുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ പിന്നെ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു പ്രമേഹം നമുക്ക് നിർത്താൻ സാധിക്കും? ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ, അതായത് ഒരു ബോർഡർ ലൈൻ ആ ഒരു ഡയബറ്റീസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഫുഡിലും എക്സസൈസിലും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പതിയെ കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പാൻക്രിയാസിൻ്റെ റിസർവ് കുറഞ്ഞുകൊണ്ടേ വരും. ആ സമയത്ത് ഇതിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമുക്ക് ടാബ്ലറ്റ്സിനെ ആശ്രയിക്കേണ്ടി വരും. ഡോക്ടർ, തീർച്ചയായിട്ടും പ്രമേഹ രോഗത്തെക്കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും എല്ലാം വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനകരമായി തന്നെ കരുതുന്നു ഈ ഒരു എപ്പിസോഡ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം.
നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റുകൾ. ലൈറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ഇൻറ്റീരിയറിന് അനുയോജ്യമായിട്ടുള്ള ലൈറ്റുകൾ തന്നെ തിരഞ്ഞെടുക്കണം. ലൈറ്റുകളിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ചന്ദ്രലേഖയിൽ അടുത്ത സെഗ്മെൻറ്റ് കാണാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായി ഒരു വീട് എന്നത്. വീട് വയ്ക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സും. ഇൻറ്റീരിയേഴ്സ് നാം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഇൻറ്റീരിയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലൈറ്റും ലൈറ്റ് ഫിറ്റിങ്സും. നല്ല ഒരു ലൈറ്റ് സെറ്റിങ്സിലൂടെ നമ്മുടെ ഇൻറ്റീരിയേഴ്സിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതിനെക്കുറിച്ചും ലൈറ്റ്സിൻ്റെ ന്യൂ ട്രെൻഡ്സിനെ കുറിച്ചും അറിയാൻ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വൈറ്റ്ല BRM ലൈറ്റ്സിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് BRMൻ്റെ MDയും പ്രമുഖ കോൺട്രാക്ടറുമായ മിസ്റ്റർ ബിജു മേനോനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ സർ. ഞാനിവിടെ ശ്രദ്ധിച്ചിരുന്നു പല ഡിസൈനിലും അതുപോലെ പല കളറിൽ പല ഷെയ്ഡ്സിൽ ഒക്കെയുള്ള ഒരുപാട് ലൈറ്റ്സ്. അപ്പം ഇതിൻ്റെയൊക്കെ ഷേപ്പിലും ഡിസൈനിലും ഷെയ്ഡിലും ഒക്കെ വരുന്ന വ്യത്യാസത്തിന് പിറകിൽ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ എല്ലാ ലൈറ്റ് ഫിറ്റിങ്സും നമുക്ക് ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഷേപ്പുകളുണ്ട്. നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്, ഡൗൺവേർഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റ്സ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പർപ്പസ് അനുസരിച്ചിട്ടാണ്. നമ്മൾ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ്, അതായത് ഒരു വളരെ കൂളായിട്ടുള്ളൊരു ഒരു ഫീലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ലൈറ്റിന് പോകില്ല, ലൈറ്റ് ബൗൺസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് വരാത്ത രീതിയിൽ ഫ്രണ്ടിൽ അതിന് തടയാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വെച്ച ശേഷം ലൈറ്റ് ബാക്കിൽ നിന്ന് ബൗൺസ് ചെയ്യുന്ന വരുന്ന രീതിയിലാണ് നമ്മൾ ആ ലൈറ്റ് ഫിറ്റിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെറ്റൽ ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. അത് എപ്പോഴും ഇൻഡയറക്റ്റ് ലൈറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഡൗൺവേർഡ് ആയിട്ടുള്ള ലൈറ്റ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രകാശം നമുക്ക് വേണ്ട സമയത്താണ് നമ്മൾ ഡയറക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ആ ഡൗൺവേർഡ് ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്വേർഡ് ആയിട്ടുള്ള ലൈറ്റ്സ് എഗെയിൻ നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള ലൈറ്റ് ഈ മെറ്റലിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ അപ്വേർഡ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന് രണ്ടിൻ്റെയും മിക്സാണ്. ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുകയും ചെയ്യും, അപ്പോടെ ബൗൺസ് ചെയ്ത ലൈറ്റും കിട്ടും. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ മിക്സഡായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ ആ ടൈപ്പിലുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ യൂസ് ചെയ്യുന്നത് സാർ പറയുന്നത് പോലെ താഴേക്കുള്ളൊരു വരുന്നൊരു ലൈറ്റ് ആയിരിക്കും അല്ലേ? ഡൈനിങ് ഹാളിൽ കൂടുതലായിട്ട് നമ്മൾ വോൾ ലൈറ്റിനെക്കാട്ടും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഹാങ് ചെയ്യുന്ന ലൈറ്റ്സ്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ കൂടുതൽ ലൈറ്റ് വേണ്ടതാണ്, ഡയറക്റ്റ് ലൈറ്റ് അവിടേക്ക് അപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ തന്നെ വരുന്ന രീതിയിലുള്ള ലൈറ്റ്സാണ് കൊടുക്കണം. അപ്പം നമ്മുടെ ടേബിള് നന്നായിട്ട് ലിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് അതിലെന്തെങ്കിലും ഭക്ഷണത്തിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ ചേഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരിക്കും ലിവിംഗ് റൂമിൽ അല്ലേ? തീർച്ചയായിട്ടും. ലിവിംഗ് റൂമിൽ ഒരിക്കലും നമ്മൾ ഒരു ഗസ്റ്റ് വെളിയിൽ നിന്ന് വരാൻ നേരത്ത് അയാൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ലിവിംഗ് റൂം എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റ് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ലിവിംഗ് റൂമാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെക്കുന്ന ഓരോ ക്യൂരിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഭംഗി വളരെയധികം ഇരട്ടിപ്പിക്കാനായിട്ട് ലൈറ്റിന് കഴിയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിവിംഗ് റൂമിൽ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഹൈലൈറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ലൈറ്റ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ്സ് ആണെങ്കിൽ പെയിൻറ്റിങ്സ് ഫോക്കസ് ചെയ്യാം. പിന്നെ വുഡാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വുഡിൻ്റെ ആ ഒരു ടോട്ടൽ ആംബിയൻസ് കൂട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് കൂട്ടും. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻറ്റീരിയർ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ കൂടുതലും നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാം കളർ ലൈറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് കളർ ലൈറ്റില്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിവിംഗ് റൂമിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് വാം കളർ LED അല്ലെങ്കിൽ ഹാലജൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് നിൽക്കും. അതെ, തിങ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ ലൈറ്റ്സിന് വളരെയധികം പങ്കുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള റോള് തന്നെ അതാണ്. നമ്മൾ ഈ ലിവിംഗ് റൂം അല്ലെങ്കിൽ ജ്വല്ലറി സ്പേസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇതിലെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുന്നത് ലൈറ്റാണ്. സാർ ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ സാധാരണക്കാർ ഇതൊന്നും അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇവിടെ പർച്ചേസിങ്ങിന് വരുന്നത്.
അപ്പം കൂടുതലും നമ്മുടെ ലേഡീസ് ആയിരിക്കും വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ വരുന്നത്. അപ്പം അവർക്ക് ഈ ഗൈഡൻസ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? രജനി പറഞ്ഞത് വളരെ കറക്റ്റാണ്. കൂടുതലായിട്ടും ലേഡീസാണ് ഈ ഇങ്ങനെയുള്ള ഫിറ്റിങ്സ് എല്ലാം ചൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ലേഡീസാണ് ഇവിടെ വരാറുള്ളത്. പലപ്പോഴും കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് എപ്പോഴും ആ അപ്പിയറൻസ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി മാത്രം നോക്കിയിട്ടാണ് ഫിറ്റിങ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കാറുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുറേ ലൈറ്റ് ഫിറ്റിങ്സ് ഭംഗി കണ്ടിട്ട് കുറേ എണ്ണം മേടിച്ചിട്ട് പോവുക, എന്നിട്ട് അത് വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ള രീതി പൊതുവെ സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളിവിടെ അവരെ ഗൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യാൻ നേരത്തും അവരോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഇത് ഏത് റൂമിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ ഭംഗി കണ്ട് സെലക്ട് ചെയ്ത സാധനം ആ ഒരു ആപ്ലിക്കേഷന് പറ്റുന്ന രീതിയിലുള്ള സാധനം ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നേരത്തെ അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ നല്ല രീതിയിൽ അത് സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടും അത്യാവശ്യമാണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്റീരിയർ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്റ്റീരിയേഴ്സിനും പ്രാധാന്യം കൊടുക്കാറുണ്ടോ? പിന്നെ എക്സ്റ്റീരിയർ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് എക്സ്റ്റീരിയർ ലൈറ്റ് ഫിറ്റിങ്സ്. അപ്പോൾ എക്സ്റ്റീരിയർ ആയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പണ്ടൊക്കെ ഹോട്ടൽസിലും അല്ലെങ്കിൽ എന്തെങ്കിലും മോണുമെൻറ്റ്സിനൊക്കെയാണ് ഈ ലൈറ്റപ്പ് ചെയ്തിട്ട് അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് വീടുകളിലേക്കും കൂടെ വന്നേക്കുക. അപ്പോൾ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെക്കാട്ടും മാറ്റി ഇപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് വീടുകൾ പണിയുന്നത്. അതായത് നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ലോങ് വ്യൂ ഒരു ആ എലിവേഷൻ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ബംഗ്ലോവ്സ് ഒക്കെയാണ് ഇപ്പോൾ പണിയുന്നത്. അപ്പോൾ അതിൽ ലൈറ്റ് ഫിറ്റിങ്സിന് വളരെയധികം റോളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബ്രാൻഡ് വാൾസ് ഒക്കെ ഉണ്ടാവും, ഫ്രണ്ടിലുള്ള നല്ല വാൾസ് ഒക്കെ ഉണ്ടാവും. ആ വാൾസ് എല്ലാം നമ്മൾ അടിയിൽ നിന്ന് ലിറ്റ് ചെയ്യും. ലിറ്റ് ചെയ്തിട്ട് പല കളേഴ്സിലുള്ള കളർ ചേഞ്ചിങ് LEDs യൂസ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ഗാർഡനിലൊക്കെ പണ്ട് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട് ഒരു വലിയ ഹാലജൻ ബൾബ് ഇടുക ചെയ്യുന്നത്. അതായത് വെളിച്ചം കിട്ടുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് ടോട്ടലി ചേഞ്ച് ആയി. വെളിച്ചം കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഡെക്കറേറ്റീവ് പർപ്പസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് LED ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ പലതുണ്ട്. ഈവൻ റോക്സിൻ്റെ ഷേപ്പിലുള്ള ലൈറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെബിൾസും റോക്സും ഒക്കെ യൂസ് ചെയ്യുന്നത് പണ്ട് നമ്മൾ നാച്ചുറൽ പെബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലൈറ്റ്സ് തന്നെ യൂസ് ചെയ്യാം പെബിൾസ് ആയിട്ട്. അപ്പോൾ ഇനി പെബിൾസ് കംപ്ലീറ്റ് ഇടുന്നതിന് പകരം ലൈറ്റ് ഫിറ്റിങ്സ് ആണ് ശരിക്കും പെബിളിൻ്റെ ഷേപ്പുള്ളത്. അപ്പോൾ അതൊക്കെ രാത്രിയിൽ ലിറ്റ് ചെയ്യാൻ നേരത്ത് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഈവൻ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് വലിയ റോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാം. ഈവൻ പ്ലാന്റ്സ് ഉണ്ട്, ലൈറ്റ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഇനി ഔട്ട്സൈഡ് ചെയേഴ്സ് അല്ലെങ്കിൽ ടേബിൾ നമ്മൾ ചെറിയ ബാർ ടേബിൾസ് ഒക്കെ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ചെയേഴ്സ് ഒക്കെ ഇടും. അപ്പോൾ അത് തന്നെ LED തന്നെ അത് അങ്ങനത്തെ ലൈറ്റ് ഫിറ്റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ എക്സ്റ്റീരിയറിൽ ഈ ഒരു ഹോം സെഗ്മെൻറ്റിലേക്ക് വന്നേക്കുന്ന പുതിയ ഇന്നോവേഷൻസ് ആണ് അതെല്ലാം. ഇന്റീരിയേഴ്സ് ചെയ്യുമ്പോൾ ലൈറ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് പറഞ്ഞു തന്നത് മിസ്റ്റർ ബിജു മേനോനാണ്, വൈറ്റ്ല BRM ലൈറ്റ്സിലെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സെഗ്മെൻറ്റ്സ് ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ അല്ലേ? കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. ഇനി അടുത്തൊരു അധ്യായത്തിൽ കാണാം. Chandra